ശ്രീ എ പ്രഭാകരൻ. സർ, MN ലക്ഷം വീട് പദ്ധതി പ്രകാരം അന്ന് ഇരട്ട വീടുകൾ നൽകിയിട്ടുണ്ട്. നടുക്കൊരു ചുമര്, പുറത്തൊരു വീട്, പുറത്തൊരു വീട്. കാലം മാറിയില്ലേ സാർ? വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. അത് ഒറ്റ വീടുകളാക്കി മാറ്റാനുള്ള വല്ല പദ്ധതിയും സർക്കാരിനുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. സാർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഈ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. സാർ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1971 MN ഗോവിന്ദൻ നായർ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഇന്ന് നാം എത്തിച്ചേർന്ന ലൈഫ് വരെയുള്ള പദ്ധതികൾക്കെല്ലാം തുടക്കം കുറിച്ചുകൊണ്ട് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വികസന ഭവന പദ്ധതിയായിട്ടാണ് നാം ലക്ഷം വീട് പദ്ധതി കണ്ടത്. അങ്ങം പറഞ്ഞതുപോലെ 2 വീടുകൾ ഒറ്റ ചുമര് വാർത്തിരിക്കുന്നത്, ഏതാണ്ട് 9000 വീടുകൾ ഇപ്പോഴും ആ വിഭാഗത്തിൽ ബാക്കി നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. സാർ, 2 പദ്ധതികളാണ് ഇതിനുവേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കൂടി സഹായത്തോടെ 5 ലക്ഷം രൂപ നൽകാൻ കഴിയുന്ന പദ്ധതിയാണ്. സാർ, ഇതിൽ 2 ലക്ഷം രൂപ സർക്കാരിൻ്റെ സബ്സിഡി ആയിരിക്കും. 1 ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ പദ്ധതിയുടെ ഭാഗമായി മാറ്റിവെക്കാൻ കഴിയും. 2 ലക്ഷം രൂപ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ, അത് നമ്മുടെ സ്വകാര്യ സ്പോൺസർമാരുടെ CSR ഫണ്ട് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ആരംഭിക്കുന്ന പദ്ധതിക്ക് MN സുവർണ ഭവനം എന്ന പേരും, 2, അതിനും പറ്റാത്ത ആളുകൾക്ക് 75,000 രൂപ മാത്രം സർക്കാർ കോൺട്രിബ്യൂഷൻ നടത്തി ബാക്കി പൂർണ്ണമായും CSR ഫണ്ട് ഉൾപ്പെടുത്തി നടത്താൻ കഴിയുന്ന MN നവയുഗ പദ്ധതി. ഈ 2 പദ്ധതികളിലായി ഇരട്ട വീടുകൾ പൂർണ്ണമായും ഒറ്റ വീടുകളാക്കാനുള്ള ശ്രമത്തിന് തുടക്കം കുറിക്കുക.